ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ദേവസ്വം ബോർഡിലെ CPM പ്രതിനിധിയായിരുന്നു എൻ വിജയകുമാർ. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെ SIT റിപ്പോർട്ടും സമർപ്പിച്ചു. എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെയെന്ന് റിപ്പോർട്ടിലുണ്ട്. നിലവിൽ തന്ത്രിക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്നും SIT രേഖപ്പെടുത്തുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, തന്ത്രിക്ക് കൂടുതൽ കുരുക്ക് ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതിനിടെ CPM അംഗമായിട്ടുള്ള CPM നോമിനിയായിരുന്ന വിജയകുമാർ അദ്ദേഹത്തിൻ്റെ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിൻ്റെ റിമാൻഡ് കാലാവധി വീണ്ടും 14 ദിവസത്തേക്ക് കൂടിയാണ് ഈ വിജിലൻസ് കോടതി നീട്ടി നൽകിയത്. ഇദ്ദേഹം CPMൻ്റെ പ്രതിനിധിയായിരുന്നു ഈ ദേവസ്വം ബോർഡിൽ. ഇദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അതായത് കട്ടിളപ്പാളി മറ്റ് സ്വർണ്ണപ്പാളികളടക്കം ശബരിമലയിൽ നിന്നും കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് A. പത്മകുമാറായിരുന്നു. നേരത്തെ തന്നെ കോടതിയിൽ നൽകിയിട്ടുള്ള മൊഴി, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിനടക്കം നൽകിയ മൊഴി താൻ ഒപ്പിട്ടു എന്നതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് വിജയകുമാർ അടക്കം മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷകൾ, 2 ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുക. ഇത് നേരത്തെ പരിഗണിക്കാനിരുന്നതാണ്. ഈ സമയത്ത് SIT റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാകും ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് തന്ത്രിക്ക് ഇക്കാര്യങ്ങളിലെല്ലാം അറിവുണ്ടായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല, എല്ലാ സുപ്രീം കോടതിയിലടക്കം നിർദ്ദേശപ്രകാരം നൽകാനുള്ള ചികിത്സാ സൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. തന്ത്രിക്ക് ജാമ്യം നൽകുന്നതിനെതിരെയാണ് SIT ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ പ്രതികൾക്ക്, മുഖ്യപ്രതി ഉൾപ്പെടെ ജാമ്യം തേടി പോയപ്പോഴും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായപ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് ആയിട്ടില്ല. എന്നാൽ തന്ത്രിയുടെ കാര്യത്തിൽ SITക്ക് മറ്റൊരു രീതിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും തന്ത്രിയെ കൂടുതൽ കുരുക്കിലാക്കാൻ SIT ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ തന്ത്രി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ കൃത്യമായും പറയുന്നത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാതെ മറ്റ് കാര്യങ്ങളിലൊന്നും പങ്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ പവറുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ അവരൊക്കെ ഇന്ന് പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ ചുമതലയില്ലാതിരുന്ന ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ചുമതല ഉണ്ടായിരുന്ന തന്ത്രിയെ പോലുള്ള ആളുകളാണ് ഇപ്പോൾ അകത്ത് ഉള്ളതെന്നും പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതികൾ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് വയ്ക്കുകയാണ്. ഇനി N. വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ അടക്കമുള്ള പ്രതികളുണ്ട്. KS ബൈജു നേരത്തെ തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടാനാണ് സാധ്യത. അതേസമയം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷകൾ തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്നുണ്ട്. വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തന്ത്രിയുടെ അഭിഭാഷകന്റെ തീരുമാനം. വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം CPM നോമിനിയായിട്ടുള്ള വിജയകുമാറിൻ്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടുകയാണ്. തന്ത്രിക്കെതിരെ കൂടുതൽ റിപ്പോർട്ടുകൾ SIT തയ്യാറാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് മനോജ് കൈമാറിയത്.